ഇത്തവണ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മറ്റേത് ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ട് കുറേ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് ഇതുവരെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ഈ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഫോം ഷീറ്റ് ഇതുപോലെയുള്ള റെക്റ്റാങ്കിൾ പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മരത്തിൻ്റെ ഷേപ്പിൽ അളവുകളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു ട്രീയുടെ ഷേപ്പിലാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര വെറൈറ്റി ക്രിസ്മസ് ട്രീ ഒന്നല്ല, എന്നാലും നമ്മളിത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ചുമ്മാ ഉണ്ടാക്കി നോക്കിയെന്ന് മാത്രം. അപ്പോൾ ഇനി ഇതൊക്കെ ഒരു നൂലിത് അതുപോലെ കോർത്തെടുക്കണം. നമ്മളിത് ബുക്ക് വൈൻഡ് ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ള സൂചിയും അതുപോലെ നൂലാണ് കേട്ടോ. അത് ഇതുപോലെ വലിച്ചു ഊരിയിട്ട് ഈസി ആയിട്ട് ഞാനൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഒരുമിച്ച് കോർത്തെടുത്തപ്പോൾ കറക്റ്റ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം മടക്കി സെറ്റപ്പ് ചെയ്തപ്പോൾ ഏതാണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു പച്ച കളർ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ പച്ച കളർ നമ്മൾ ആകെ ഇതുപോലെ ഒരൊറ്റ സ്ട്രിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഉപയോഗിച്ചിട്ട് വേണം ഇത് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ സംഭവം വിചാരിച്ചതിൽ നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് അളവിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒട്ടിച്ച് വന്നപ്പോഴോ അതിലേറെ ബാക്കിയും കിട്ടിയിട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ഐഡിയയ്ക്ക് ഉപയോഗിക്കാമല്ലോ. കറക്റ്റായിട്ടൊരു ട്രീയുടെ മുകളിൽ നല്ല ഭംഗിയിട്ട് കേട്ടോ, അങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ, കാറ്റത്തൊക്കെ ആടി കളിക്കുന്ന പോലെ. അപ്പോൾ ഇത്രയും ബാക്കി വന്നു, അത് നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കണം, അതും ഈ ഫോം ഷീറ്റിൽ തന്നെ ഞാൻ വെട്ടിമുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കളർ മുക്കാൻ വേറെ പരിപാടികളൊന്നും ഇല്ല. കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് പപ്പയുടെ ഫോട്ടോ കൂടി ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്തപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത്രയായിട്ടും ആ ട്രീക്ക് ഒരു ഭംഗി വരുന്നില്ലെന്നേ, അതങ്ങനെയാണല്ലോ. ഇനി കുറച്ച് ബോൾസും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞു ബോൾസിനായിട്ട് ഇനിയിപ്പോൾ എവിടെ പോകും? അപ്പോഴാണ് ഞാനിത് മുന്നേ ഡയറി മിൽക്ക് സിൽക്കിൻ്റെ ആ ഒരു ഔട്ടർ കവറിങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റേപ്പർ നമ്മൾ ഇതുപോലെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ റാപ്പറും കൂടി ചുരുട്ടി കൊടുത്തപ്പോൾ ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ. അതൊക്കെ അതിൻ്റെ മുകളിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോഴേക്കും എൻ്റെ ട്രീ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് സെലിബ്രേഷനൊക്കെ നടത്താനായിട്ടുള്ളൊരു വലിയൊരു ട്രീയുടെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കാർഡ്ബോർഡിൽ നിങ്ങൾക്ക് ഇതുപോലെ കയ്യിൽ ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.